ഇപ്പൊ ഞാൻ വെക്കുക. നീ ഒന്നുകൂടി ആലോചിച്ച് എന്നെ വിളിക്ക്. വിളിച്ചിരിക്കണം. ഒന്ന് പോവാൻറ്റി, ഭീഷണിപ്പെടുത്താതെ. ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കില്ലെന്ന് മാത്രമല്ല, ആന്റി ഇനി ഇങ്ങോട്ട് വിളിച്ച എന്നെ കിട്ടത്തുമില്ല. ഓക്കെ ബൈ. അമ്മ ഫോണിൽ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. അമ്മയും ഗോകുലും എന്നോട് പറഞ്ഞത് ജീവന്റെയും മഞ്ചാടിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ ഒന്നും ചെയ്തിട്ടില്ലെന്ന. പക്ഷേ ഇപ്പോൾ അമ്മ അവനോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ അഭിനയിച്ചു എന്നാ. അതെ ഇന്ദ്ര, ഞാൻ അഭിനയിക്കായിരുന്നു. നിനക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിയോ? ഞാൻ പറഞ്ഞോ അമ്മയോട് ജീവന്റെ മഞ്ഞടിയുടെ കല്യാണം നടത്തണ്ടെന്ന്? അതൊന്നും നീ പറഞ്ഞില്ല. ആ കല്യാണം നടത്താൻ നീ എന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ആ കല്യാണം ആ ഒരു ദിവസത്തേക്ക് ഞാൻ മാറ്റിയ നിന്റെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ഇന്ദ്രന്റെ ഷോപ്പ് ഇന്ദ്രന് നഷ്ടപ്പെടില്ലെന്ന് ഞാൻ ആന്റിക്ക് ഉറപ്പ് തരാം. പക്ഷേ നാളെ മഞ്ചാടിയുടെയും ജീവൻ രാജിന്റെയും കല്യാണം അത് നടക്കരുത്. ആ സമയത്ത് ഞാനവന് ഉറപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി അവൻ ഫോണിൽ വിളിച്ച് വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടു, നിർബന്ധിച്ചു. നാളത്തെ ഒരു ദിവസം അത് നടത്തരുതെന്നേ അവൻ പറഞ്ഞുള്ളൂ. പിന്നീട് എപ്പോ വേണമെങ്കിലും ആന്റിക്ക് ആ കല്യാണം നടത്തി കൊടുക്കാമെന്ന് അവൻ ഉറപ്പും പറഞ്ഞിരുന്നു. പിന്നെ അവസാന നിമിഷം കല്യാണം മാറ്റി വെപ്പിക്കാൻ ഒരു വഴിയും ഞാൻ കണ്ടില്ല. ഒടുവിൽ ഞാനും ഹർഷിയും കൂടി ആലോചിച്ച ഇന്ദ്ര അറ്റാക്ക് വന്ന് വീഴുന്നതായി അഭിനയിക്കാൻ തീരുമാനിച്ചത്.